പാമോലിൻ കേസ് അവസാനിപ്പിക്കാനുള്ള അപേക്ഷ തൃശൂർ വിജിലൻസ് കോടതി തള്ളിയതോടെയാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. സർക്കാർ നീക്കത്തെ വിജിലൻസ് കോടതിയിൽ എതിർത്ത പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദനും വി.എസ്. സുനിൽകുമാർ എം.എൽ.എയും ഹൈക്കോടതിയിലെ കേസിൽ കക്ഷി ചേർന്നു. ഹൈക്കോടതിയിൽ സർക്കാർ ഉന്നയിച്ച പ്രധാന വാദങ്ങൾ ഇവയായിരുന്നു. കേസിൽ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന കെ കരുണാകരനും മറ്റു 2 പ്രധാന സാക്ഷികളും മരണമടഞ്ഞു. അതിനാൽ വിചാരണയ്ക്ക് ഇനി പ്രസക്തിയില്ല. വിജിലൻസ് കേസിന്റെ പേരിൽ മുതിർന്ന IAS ഉദ്യോഗസ്ഥർക്ക് അർഹമായ പ്രമോഷൻ ഇനിയും ലഭിച്ചിട്ടില്ല. കാരണം നടപടികൾ അനന്തമായി നീളുകയാണ്. അതിനാൽ കേസ് അവസാനിപ്പിക്കണമെന്നായിരുന്നു സർക്കാർ നിലപാട്. എന്നാൽ അഴിമതി കേസിൽ അന്വേഷണം പൂർത്തിയാക്കി വിചാരണ കൂടാതെ നടപടികൾ അവസാനിപ്പിക്കുന്നത് നിയമപരമല്ല എന്നായിരുന്നു വി.എസ്. അച്യുതാനന്ദന്റെയും വി.എസ്. സുനിൽകുമാറിന്റെയും നിലപാട്. കേസിൽ 22ാം സാക്ഷിയായ ഉമ്മൻചാണ്ടിയുടെ പങ്കടക്കം വിചാരണ വേളയിൽ ഉന്നയിക്കാൻ സാധ്യതയുള്ളതിനാലാണ് സർക്കാർ കേസ് പിൻവലിക്കുന്നതെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. IAS ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റം വൈകുന്നതിന്റെ പേരിൽ അഴിമതി കേസ് പിൻവലിക്കുന്നതിനെയും ഇരുവരും ഹൈക്കോടതിയിൽ എതിർത്തു. തൃശൂർ വിജിലൻസ് കോടതിയിൽ കേസ് പിൻവലിക്കാൻ അപേക്ഷ നൽകിയ രീതിയെയും കോടതി വിമർശിച്ചിരുന്നു. എന്നാൽ സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടിയാണ് തൃശൂർ വിജിലൻസ് കോടതി അപേക്ഷ തള്ളിയത് എന്നായിരുന്നു സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ച നിലപാട്. കേസിലെ വിധി എന്തുതന്നെയായാലും കേരള രാഷ്ട്രീയത്തിലും അത് ചലനങ്ങൾ ഉണ്ടാക്കും. റിപ്പോർട്ടർ, കൊച്ചി.